പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. JDC കിച്ചൺ 50-50 എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 5 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള റൈസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റൈസ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബസ്മതി റൈസ് എടുക്കുക, വൈറ്റ് റൈസ്, അതായത് നമ്മുടെ നാട്ടിലെ പച്ചരി, അത് നല്ല പശയില്ലാത്ത നല്ല അരി നോക്കി എടുക്കുക. അതുപോലെ ബിരിയാണി റൈസ് ഉപയോഗിക്കരുത്. ബിരിയാണി റൈസ് കുഴപ്പമില്ല, പക്ഷേ നീളമുള്ള ടൈപ്പ് റൈസ് എടുക്കരുത്, അരി എടുക്കരുത്. നമുക്ക് അല്ലാതെ ഒരു നോർമൽ സൈസുള്ള അരി എടുക്കുക. അത് അല്പം ഉപ്പിട്ട് വെള്ളത്തിൽ വേവിച്ച് ഒരു 80% മാക്സിമം വേവിച്ചാൽ മതി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാനൊരു അരമുറി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗ്രീൻ പീസ്, അതുപോലെ ക്യാരറ്റ്, ബീൻസ്, ഒരു ചെറിയ മീഡിയം ടൈപ്പ് ഒനിയൻ, അതുപോലെ ഒരു 300 ഗ്രാമോളം ചിക്കൻ്റെ ബ്രസ്റ്റ് ബോയിൽ ചെയ്ത് നമ്മളത് പീസാക്കി. അതായത് പീസാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളത് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി ചീന്തി എടുക്കുക, അല്ലാതെ നമ്മൾ കത്തിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റൈല് ഭംഗി പോകും. അതുപോലെ ഒരു 3 തണ്ടിൻ്റെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ചിക്കൻ സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ റൈസിൽ, ഫ്രൈഡ് റൈസിന് ഏറ്റവും രുചികരമായ ഒരു ഐറ്റം ചേർക്കുന്നുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് സ്ട്രീറ്റ് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്, ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ്, നമ്മളൊരു സ്ട്രീറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്യും. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഞാൻ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് സ്റ്റൈല് മാറും. അപ്പോൾ ഞാൻ ഒരു 5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന്, സാധാരണ ചൈനീസ് ഫ്രൈഡ് റൈസൊക്കെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല, ഇതുപോലെ വെജിറ്റബിൾ ഓയിലാണ്. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പച്ചക്കറി ചേർക്കാം. ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറി എല്ലാം ചേർക്കുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഒരു 5 പേരുടെ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ആളുടെ എണ്ണ, വീടുള്ള ആളുടെ എണ്ണ അനുസരിച്ച് നിങ്ങൾക്ക് റൈസിൻ്റെയും അതുപോലെ വെജിറ്റബിൾസിൻ്റെയും അളവ് കൂട്ടാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഒരു 3/4% വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ചെറിയൊരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന വേണം. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കറി ഏകദേശം ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അത്ര മതി. ഇതിൻ്റെ അകത്തേക്ക് റൈസ് ഇടാം. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല, അത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളിപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ റെഡി ടു ഈറ്റ് നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടമ്മമാർക്കൊക്കെ നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ള ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതൊരു നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംരംഭം ആരംഭിക്കാവുന്നതാണ്. ഒരു വരുമാനമാവും. വളരെ ചിലവ് ചുരുങ്ങിയ ഐറ്റംസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പല ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സമീപത്തൊക്കെ ആയിട്ട് ഇപ്പോൾ വാഹനങ്ങളിലും മറ്റൊക്കെ ഇതുപോലെ റെഡി ടു ഈറ്റ് ഫുഡൊക്കെ വിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. ഫ്രൈഡ് റൈസിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നൊരു സാധനമാണ് ചിക്കൻ സ്റ്റോക്ക്. ഞാനത് ചിക്കൻ ബ്രസ്റ്റ് ബോയിൽ ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുള്ള അത് സ്റ്റോക്കാണ്. ഇത് ഈ ചോറിൽ ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു 80-85 അല്ലെങ്കിൽ 90% വേവിച്ചാൽ മതി റൈസ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് കിടന്ന് ബാക്കി ചോറ് വേവും. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ഫ്ലേവർ നമ്മുടെ റൈസിലേക്ക് പിടിക്കും. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും റൈസിന്. അതൊരു ടിപ്പാണ്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ നമുക്ക് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇത് സോൾട്ടഡ് സോയ സോസാണ്. അപ്പോൾ നിങ്ങൾ റൈസിൻ്റെ അകത്ത് അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ.
1/2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്. ഇനി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ചിക്കനും അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒനിയനും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സ്ട്രീറ്റ് സ്റ്റൈല് ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇതിൽ ചേർക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുക, അമ്മമാരൊക്കെ. അപ്പോൾ കുട്ടികൾ പച്ചക്കറിയും കഴിക്കും, അവർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. സ്ട്രീറ്റ് സ്റ്റൈല് ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫുഡിനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.